നമസ്കാരം. ദിവസങ്ങളായി തുടർന്ന നാടകീയ നീക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജന തർക്കങ്ങളിൽ പൂർണ്ണ സമവായം. രണ്ടാം മന്ത്രിസഭായോഗം ചേരുന്നതിന് തൊട്ടു മുൻപ് നടന്ന നിർണായക ചർച്ചകളിലാണ് മുന്നണിയെ പിടിച്ചുലച്ച വകുപ്പ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. ഏറെ തർക്കങ്ങൾക്ക് വഴിവെച്ച ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ ഒടുവിൽ മുസ്ലിം ലീഗിന് തന്നെ വിട്ടുനൽകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിനെതിരെ കടുത്ത നിലപാടെടുത്ത ലത്തീൻ അതിരൂപത നേതൃത്വത്തെ കോൺഗ്രസ് ലീഗ് നേതാക്കൾ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെയാണ് ഒടുവിൽ സമവായത്തിന് വഴിയൊരുങ്ങിയത്. ഇതോടെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. തർക്കങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ മന്ത്രിമാരുടെ അന്തിമ വകുപ്പ് പട്ടികയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തന്നെ ഗവർണറെ സന്ദർശിച്ചേക്കും. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലീഗ് ഭരിച്ചിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇക്കുറി കോൺഗ്രസ് ഏറ്റെടുത്ത് റോജി എം ജോണിന് നൽകാനായിരുന്നു ആദ്യ ധാരണ. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകണമെങ്കിൽ പകരം ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന ഉറച്ച നിലപാടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. ഫിഷറീസ് വകുപ്പ് തീരദേശത്തു നിന്നുള്ള സമുദായ അംഗത്തിന് തന്നെ നൽകണമെന്ന ലത്തീൻ സഭയുടെ കർശന നിലപാടാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. സഭയ്ക്ക് ഇത്രമാത്രം വഴങ്ങേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസിലൊരു വിഭാഗം നേതാക്കൾ ചോദ്യമുയർത്തിയെങ്കിലും ഒടുവിൽ മുന്നണി താൽപര്യം മുൻനിർത്തി സഭയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് മുൻകൈയെടുക്കുകയായിരുന്നു. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളിലും അവസാന നിമിഷം വലിയ അഴിച്ചുപണികൾ നടന്നു. കെ മുരളീധരൻ ഉറപ്പിച്ചിരുന്ന സുപ്രധാനമായ ദേവസ്വം വകുപ്പ് എ.പി. അനിൽകുമാറിന് നൽകാനാണ് ഏറ്റവും പുതിയ ധാരണ. നിലവിൽ തനിക്ക് ലഭിച്ച വകുപ്പുകളിൽ പൂർണ്ണ തൃപ്തനല്ലാതിരുന്ന അനിൽകുമാറിനെ അനുനയിപ്പിക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ കൈവശമിരുന്ന ദേവസ്വം വിട്ടു നൽകിയത്. പകരം കെ മുരളീധരന് ആരോഗ്യ വകുപ്പിനൊപ്പം സ്പോർട്സ് വകുപ്പ് കൂടി നൽകി തൃപ്തിപ്പെടുത്തും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പക്കലുള്ള കൂടുതൽ തന്ത്രപ്രധാന വകുപ്പുകൾക്കായി കെ.സി. വേണുഗോപാൽ പക്ഷം ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വിട്ടു നൽകാൻ സതീശൻ തയ്യാറായില്ല. അതേസമയം ടി സിദ്ദിഖ്, എം ലിജു, റോജി എം ജോൺ, ഒ.ജി. ജനീഷ് എന്നിവരുടെ വകുപ്പുകളിൽ നേരിയ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനിടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ രണ്ടാമത്തെ മന്ത്രിസഭായോഗം ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ ചേരും. സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കണം എന്നതിലാകും യോഗം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്തെ വിവാദ പദ്ധതിയായ കേരയിൽ അഥവാ സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഔദ്യോഗികമായി റദ്ദാക്കുന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. കൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടും മന്ത്രിസഭ പരിശോധിക്കും. പ്രോടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന നേതാവ് ജി സുധാകരന്റെ സത്യപ്രതിജ്ഞയും രാജ്ഭവനിൽ വെച്ച് നടക്കും. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരുടെ നിയമസഭയിലെ ഔദ്യോഗിക സത്യപ്രതിജ്ഞ നാളെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു മുൻപ് തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിക്കാനും ഫയലുകൾ നീക്കാനും കഴിഞ്ഞത് പുതിയ യു.ഡി.എഫ് സർക്കാരിന് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മന്ത്രിസഭയുടെ കാര്യത്തിലൊരു തീരുമാനം അടിയന്തരമായി ഉണ്ടാവേണ്ടതുണ്ട്. തിങ്കളാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് ശേഷം നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തിയത്. ഇന്ന് 3-ാം ദിവസമാണ്. ആഭ്യന്തരമായി മുഖ്യമന്ത്രിയായി ധനവകുപ്പ് മുഖ്യമന്ത്രിക്കാണ് നമുക്ക് വ്യക്തമായി. ഇനി ആരൊക്കെ ഏതൊക്കെ വകുപ്പ് ഭരിക്കുമെന്ന കാര്യത്തിൽ അടിയന്തരമായി തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം.